നമസ്കാരം. സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിരിക്കുമ്പോഴാണ് വേദനയുണ്ടാക്കുന്ന സംഗതികൾ കയറി വരുന്നത്. ഒരാളിനൊരു ആനുകൂല്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരാളിനൊരു ദുഃഖം വരുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ നിലയിൽ നാളെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ, അത് സ്വതന്ത്ര ഭാരതത്തിൽ ജെൻഡർ ഈക്വാളിറ്റിയെക്കുറിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വല്ലാതെ വൈകാരികമായി സംസാരിക്കുന്നൊരു നാട്ടിൽ നോക്കൂ, ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ വനിതകൾ ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നു. 50 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ വനിതകൾ ലോകം കീഴടക്കി ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നു. നമുക്കിവിടെ ഒരു പ്രസിഡൻ്റുണ്ട്, ഇന്ത്യൻ പ്രസിഡൻ്റുണ്ട്, വനിതയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും സാക്ഷരതയുള്ള, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന 50% സ്ത്രീകൾ പഞ്ചായത്ത് രാജിലിരിക്കുന്ന, സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും നമ്മൾ അനുവദിക്കണമെന്ന് ബഹളമുണ്ടാക്കുന്ന, ശബരിമലയിൽ പോലും സ്ത്രീകളെ കയറ്റണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശമുണ്ടാക്കുന്ന നാട്ടിലാണ് പാവപ്പെട്ട ചെറിയ പെൺകുട്ടികൾക്ക് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റാത്തത്. നേരത്തെ ഒരു ഗോവിന്ദചാമിയുണ്ട്, അയാൾക്ക് പിന്നെ മട്ടൻ വാങ്ങിച്ചു കൊടുത്തു നമ്മൾ. അത് എൻ്റെ തമാശ. അവൻ കോഴിക്കോട് ജയിലിൽ നിന്ന് ചാടിയിട്ട് അവസാനം വിയ്യൂർ ജയിലിൽ തൃശ്ശൂർ കൊണ്ടുപോകാൻ എനിക്ക് മട്ടൻ വേണമെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ പിന്നെ നമ്മൾ എന്താണ് പോപ്കോൺ വേണമെന്ന് പറയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓടി നടന്ന് പോലീസുകാരന്മാർ മട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോട്ടെ, ആഗ്രഹം കൊടുക്കണമെന്നായിരിക്കും ഇന്ത്യൻ നിയമം, ശിക്ഷാ നിയമം, അത് നമുക്കെനിക്കറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ തലച്ചോറിലെ ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി എത്ര ദിവസം ഇനി ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. വളരെ ഗൗരവമായി അശ്വനി വൈഷ്ണവിനോട് പറയാനുള്ളത്, നമ്മൾ പിന്നെ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കുന്നു, ഭയങ്കര സംഭവമാണ്. നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്നു, വലിയ സംഭവമാണ്. നമ്മൾ അമേരിക്കയോടും ചൈനയോടും സിംഗപ്പൂരിനോടും ജപ്പാനോടും കിടപിടിക്കുന്നു, വളരെ വലിയ കാര്യമാണ്. വന്ദേ ഭാരത് കൊണ്ടുവന്നു, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിവിടെ കേരളിനെ കുറിച്ച് ചിന്തിച്ചു, വലിയ കാര്യമാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ, ആൺകുട്ടികൾക്കും ഇതൊക്കെ ബാധകമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ ബാധകം. പെൺകുട്ടികളുടെ ജീവനും സുരക്ഷയും ആര് രക്ഷിക്കും? അടിയന്തരമായി ഇന്ത്യൻ റെയിൽവേ ചെയ്യേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ ആരെയും കയറ്റിവിടത്തില്ലല്ലോ, ടിക്കറ്റ് ഇല്ലെങ്കിൽ കയറ്റിവിടത്തില്ലല്ലോ. അതുപോലെ ബ്രീത്ത് അനലൈസർ വെച്ചിട്ട് മദ്യപിച്ചിരിക്കുന്ന ഒരാളെ പോലും വാഹനത്തിൽ ട്രെയിനിൽ കയറ്റരുത്. അവിടെ കർശനമായി എഴുതി വെക്കണം, ട്രെയിനിൽ മദ്യപിച്ചുകൊണ്ട് മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരാളെയും ഇന്ത്യൻ റെയിൽവേ യാത്രയ്ക്ക് അനുവദിക്കുന്നതല്ല. വിപ്ലവകരമായ മാറ്റമായിരിക്കും. ഒരുപക്ഷെ മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അശ്വനി വൈഷ്ണവ് IAS കാരനാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു നിയമമായിരിക്കും ഇത്. അതായത് ട്രെയിനിൽ മദ്യപിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ മദ്യപിച്ചുകൊണ്ടാണെങ്കിൽ ട്രെയിനിലല്ല പരിശോധന നടത്തേണ്ടത്, അത് പിന്നെ വഴക്കിലേക്ക് പോകും. അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ആര് വന്നാലും സംശയമുള്ള ഏതൊരാളിനെയും, നമുക്ക് സാധാരണ പോലീസുകാരന്മാർക്ക് അവർക്കൊക്കെ നന്നായി മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കുന്നവരൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഓവർ മദ്യം കഴിച്ചിരിക്കുന്നവരൊക്കെ മനസ്സിലാവും. അല്ലാതെ വീട്ടിൽ നിന്ന് ഒരു അല്പം മദ്യം എന്തെങ്കിലും കഴിച്ച് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ അല്ലാതെ മദ്യം കഴിച്ചിട്ടുള്ള മുഴുവൻ പേരെയും യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര അവസാനിച്ച ശേഷം അവർ മദ്യം കഴിച്ചോട്ടെ, അവർ യാത്ര അവസാനിച്ച് ഹോട്ടലിലോ വീട്ടിലോ ഒക്കെ പോയി മദ്യം കഴിച്ചോട്ടെ. പക്ഷേ യാത്രാ സമയത്ത് മദ്യം കഴിക്കാൻ പറ്റില്ല. അത് KSRTCയിൽ നമ്മുടെ KB ഗണേഷ് കുമാറും ഇത് സീരിയസ് ആയിട്ട് കേൾക്കണം. നിങ്ങളും ഒരു നിയമം കൊണ്ടുവരണം. ഓരോ സാഹചര്യത്തിലും മദ്യപിച്ചുകൊണ്ട് ഈ 50 പേര് 40 പേര് പോകുന്നൊരു വാഹനത്തിൽ ഒരാളായിരിക്കും മദ്യപിച്ചിരിക്കുന്നത്. അയാൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ബാക്കിയുള്ളവർ കേസിനും വഴക്കിനും ഒന്നും പോണ്ട, അല്ലെങ്കിൽ ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കി ഒരു തല്ല് കിട്ടണ്ട, നമ്മുടെ പേരും ചീത്തയാവില്ലെന്ന് വിചാരിച്ച് ഒരു ആത്മാഭിമാനം കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഈഗോയൊക്കെ കൊണ്ട് ആളുകൾ മിണ്ടാതിരിക്കും. ഇത് പലപ്പോഴും ഈ മദ്യപാനികൾക്ക് വലിയൊരു അവസരമാണ്. ഇന്ത്യൻ റെയിൽവേ വളരെ ഗൗരവമായി ഇത് സീരിയസ് ആയിട്ട് ആലോചിക്കണം. നോക്കൂ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടൊരു കൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്ന ഈ രാജ്യത്ത്? സുരക്ഷിതത്വത്തെക്കുറിച്ചും അത്യാധുനിക വികസനത്തെക്കുറിച്ചും സിംഗപ്പൂർ മോഡലിനെ കുറിച്ചൊക്കെ നമുക്ക് അഭിമാനിക്കാം, സന്തോഷമുള്ള കാര്യം. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ കഷ്ടമാണ്, സങ്കടമാണ്, വളരെ പ്രയാസമാണ്.